Draw a rhombus of diagonal 5.5 cm and 3 cm in your notebook. വികർണങ്ങളുടെ നീളം 5.5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുമായ ഒരു സമഭുജ സമാന്തരികം നോട്ട്ബുക്കിൽ വരയ്ക്കുക എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് വരയ്ക്കേണ്ടത് റോംബസ് ആണ്, സമഭുജ സമാന്തരികം. ഇതിൻ്റെ പ്രത്യേകത ഡയഗണൽ തന്നുകൊണ്ട് ഡയഗണൽ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. വികർണങ്ങളുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കണം. രണ്ട് വികർണങ്ങളും പരസ്പരം ലംബങ്ങളായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് വികർണങ്ങളും പെർപെൻഡിക്കുലറായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5.5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും വരച്ച് പെർപെൻഡിക്കുലറായി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻഡ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ട സമഭുജ സമാന്തരികം ലഭിക്കും. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 സൈഡും യോജിപ്പിച്ച് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് സമഭുജ സമാന്തരികമായിരിക്കും. ഈ വികർണങ്ങൾ നീളം തുല്യമാകുമ്പോൾ എന്തായിട്ട് മാറും? ഇതൊരു സ്ക്വയർ അഥവാ സമചതുരായിട്ട് മാറും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് വികർണം, ആദ്യത്തെ ഡയഗണൽ 5.5 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. 5.5 സെൻറ്റിമീറ്ററിൽ ആദ്യത്തെ വികർണം വരയ്ക്കുക. അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ വികർണം അതിൻ്റെ ലംബമായിട്ട് വരയ്ക്കണം. ഈ 90 ഡിഗ്രി വരയ്ക്കണം. അപ്പോൾ സ്കെയിൽ ഉപയോഗിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു 5.5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് 5.5 സെൻറ്റിമീറ്ററിൽ ആദ്യത്തെ ഡയഗണൽ വരയ്ക്കാം. 5.5 ആദ്യം വരയ്ക്കുന്നത് ഇതിൻ്റെ ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ നിർമ്മിക്കാൻ ഇതാണ് നല്ലതെന്നുള്ളത് കൊണ്ടാണ്. 3 സെൻറ്റിമീറ്ററും വരയ്ക്കാം. അപ്പോൾ 5 സെൻറ്റിമീറ്ററിൽ വരച്ച് കഴിഞ്ഞു. 5 സെൻറ്റിമീറ്റർ വരച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ലംബ സമഭാജി ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അത് നമുക്കറിയാം, നമ്മൾ പ്യുവർ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മട്ടം ഉപയോഗിച്ചല്ല വരയ്ക്കുന്നത്, കോമ്പസ് ഉപയോഗിച്ച് കൊണ്ടാണ് ഇതിൻ്റെ ലംബ സമഭാജി വരയ്ക്കുക. നമുക്ക് മുമ്പേ പഠിച്ചതാണ്. ഇതിൻ്റെ ഒരു എൻഡിൽ കുത്തിയിട്ട് പകുതിയിലധികം ആരമെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് ആർക്ക് വരയ്ക്കണം. ഫസ്റ്റ് ആർക്ക് വരയ്ക്കുമ്പോൾ അത് കുറച്ച് നീട്ടി വരയ്ക്കുക. അത് നീട്ടി വരച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റെപ്പീറ്റേഷൻ ഒഴിവാക്കാം. നമുക്ക് ഇതേ കോമ്പസ് ചെറുതാകാതെ തന്നെ, കോമ്പസിൻ്റെ റേഡിയസ് ആരം ചെറുതാക്കാതെ തന്നെ ഇവിടുന്ന് വീണ്ടും തിരിച്ച് വരയ്ക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് പോയിൻ്റ് യോജിപ്പിക്കുമ്പോൾ നമുക്ക് ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ജോയിൻ ചെയ്യുന്ന പോയിന്റിലേക്ക് സൈഡ് വരച്ച് തെറ്റിക്കരുത്. അങ്ങനെ തെറ്റിക്കുന്ന കുറേ കുട്ടികളുണ്ട്. ആ രണ്ട് പോയിൻ്റ്, മുകളിൽ കാണുന്ന പോയിൻറ്റും താഴെ കാണുന്ന പോയിൻ്റ് എൻഡും തമ്മിൽ യോജിപ്പിക്കരുത്. നേരെ മറിച്ച് ഡയഗണൽ അഥവാ വികർണം എത്ര സെൻറ്റിമീറ്റർ ആണ് നോക്കണം? 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് വികർണത്തിൻ്റെ സെൻറ്ററിൽ നമുക്ക് 1.5 സെൻറ്റിമീറ്റർ അപ്പുറത്തേക്കും 1.5 സെൻറ്റിമീറ്റർ താഴത്തേക്കും വയ്ക്കുന്ന രൂപത്തിൽ മാർക്ക് ചെയ്യാം. 2 പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇത് മാർക്ക് ചെയ്യാതെ ഈ മുകളിൽ കണ്ടുന്ന ആർക്ക് ടച്ച് ചെയ്യുന്ന പോയിൻ്റ് മാർക്ക് ചെയ്ത് തെറ്റിക്കാൻ പാടില്ല. നമ്മൾ ഈ 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു, താഴെയും 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പോയിന്റിലേക്കാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? നമ്മൾ ഈ അടുത്ത സൈഡ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ റോംബസിൻ്റെ 2 സൈഡ് വരച്ച് കഴിഞ്ഞു. ഈ താഴേക്കുള്ള 2 സൈഡും വരച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഇത് റോംബസ് ആയിട്ട് മാറും. റോംബസിലാണ് നമ്മളൊരു പ്രത്യേകത കാണുന്നത്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. പക്ഷേ ഡയഗണൽസ് എന്തല്ല? വികർണങ്ങൾ തുല്യമല്ല. വികർണങ്ങൾ തുല്യമാകുക കൂടി ചെയ്യുന്നത് സ്ക്വയറിലാണ് അഥവാ സമചതുരത്തിലാണ് ഈ വികർണങ്ങൾ തുല്യമാകുക കൂടി ചെയ്യുക. അപ്പോൾ 2 രൂപങ്ങളിലാണ് പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരുന്നത് വികർണങ്ങളുടെ കാര്യത്തിൽ ഒന്ന് റോംബസിലും ഒന്ന് സ്ക്വയറിലുമാണ്.